ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന രാജ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഈ രാജ്യവും ഒന്നാണ്. കൂടാതെ ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യങ്ങളിൽ ഒന്നായി വിളിക്കപ്പെടുന്നു. അതുപോലെ ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങളുള്ള രാജ്യവും ഇതുതന്നെ. ആ രാജ്യം വേറെ ഒന്നുമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമായും ഏറ്റവും സുന്ദരമായ രാജ്യമായും വിളിക്കപ്പെടുന്ന കോങ്കോ. സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോയിൽ കോങ്കോ രാജ്യത്തെക്കുറിച്ചുള്ള ചില അത്ഭുതകരവും രസകരവുമായ കാര്യങ്ങൾ അറിയാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ വളരെ രസകരമായിരിക്കും. അതിനാൽ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പിന്തുണയായി ഒരു ലൈക്ക് ചെയ്യുക. മതി. കോങ്കോ. ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക നാമം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഈ രാജ്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമായി വിളിക്കപ്പെടുന്നു. ഇത് മൊത്തം 9 രാജ്യങ്ങളുമായി തന്റെ അതിർത്തി പങ്കിടുന്നു. ഈ രാജ്യത്തിന് അങ്കോള, ബുരുണ്ടി, ഉഗാണ്ട, സുഡാൻ, റുവാണ്ട, ടാൻസാനിയ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സാംബിയ എന്നീ രാജ്യങ്ങൾ അതിർത്തികളാണ്. ഈ രാജ്യം ലോകത്തിലെ 11ാമത്തെ ഏറ്റവും വലിയ രാജ്യമായി വിളിക്കപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതി ഏകദേശം 23,45,409 ചതുരശ്ര കിലോമീറ്ററുകളാണ്. ഈ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യ ഏകദേശം 11 കോടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഈ കോങ്കോ രാജ്യം 15ാം സ്ഥാനത്താണ്. ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്. ഇവിടെയുള്ള ജനസംഖ്യയിൽ ഏകദേശം 93% ആളുകൾ ക്രിസ്തുമതം പിന്തുടരുന്നു. ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ പേര് കിൻഷാസ. ഈ നഗരം ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരമായി വിളിക്കപ്പെടുന്നു. ഈ കോങ്കോ രാജ്യത്തിന്റെ ദേശീയ ഭാഷ ഫ്രഞ്ച്. അതുമാത്രമല്ല, ഈ ലോകത്തിലെ ഫ്രഞ്ച് സംസാരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യവും ഈ കോങ്കോ തന്നെ. ഫ്രഞ്ച് മാത്രമല്ല, ഈ രാജ്യത്ത് ഏകദേശം 200 ഭാഷകൾ ഉപയോഗത്തിലുണ്ട്. ഈ രാജ്യത്തിന്റെ ജനസംഖ്യയിൽ 46% ആളുകൾ നഗരങ്ങളിൽ താമസിക്കുന്നു. ബാക്കി 54% ആളുകൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ താമസിക്കുന്നു. ഈ കോങ്കോ രാജ്യം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായി പറയപ്പെടുന്നു. അതെത്ര മാത്രമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ ഒരു ദിവസം കുറഞ്ഞത് 3 വേള ഭക്ഷണം കഴിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ആളുകളുടെ ശരാശരി വരുമാനം ഒരു ദിവസം $1 കുറവാണ്. എന്നാൽ ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ, ധാതു നിക്ഷേപങ്ങളുള്ള രാജ്യം ഈ കോങ്കോ. ഇവിടെ സ്വർണ്ണ നിക്ഷേപങ്ങൾ മാത്രമല്ല, ടാൻഡലം, ടങ്സ്റ്റൺ, ടിൻ തുടങ്ങിയവ ധാരാളമുണ്ട്. എങ്കിലും ഈ രാജ്യം ഇത്ര ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ രാജ്യത്തുള്ള അധിക അഴിമതി. യഥാർത്ഥത്തിൽ ഇവിടെ ലഞ്ചം കൊടുക്കാതെ ഒരു ജോലിയും നടക്കില്ല. ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് ശരിയായ ഭക്ഷണമില്ലാതെ പോഷകാഹാരക്കുറവ് മൂലം രോഗങ്ങൾക്കിരയാവുകയും ഓരോ വർഷവും 100 കണക്കിന് കുട്ടികൾ മരിക്കുകയും ചെയ്യുന്നു. ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളെപ്പോലെ ഈ കോങ്കോയും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ്. ഈ രാജ്യത്തിന്റെ മൊത്തം അക്ഷരാസ്യതാ നിലയ്ക്ക് 70%. ഈ രാജ്യത്ത് 30% ആളുകൾക്ക് കുറഞ്ഞത് വായിക്കാനും എഴുതാനും അറിയില്ല. ഇവിടെയുള്ള രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ദാരിദ്ര്യമാണെങ്കിൽ കുട്ടികൾ പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെടുമോ എന്ന ഭയമാണ് അവരുടേത്. ഇവിടെയുള്ള മെഡിക്കൽ സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര കുറച്ച് സംസാരിച്ചാലും അത്ര നല്ലത്. ഇവിടെ ആശുപത്രികൾ കുറവാണ്. ഉള്ള ആശുപത്രികളിലും ഡോക്ടർമാരുടെ ക്ഷാമം കൂടുതലാണ്. കാരണം ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാവരും ഉയർന്ന ശമ്പളത്തിനായി വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു. അതിനാൽ ഇവിടെയുള്ള ആളുകൾക്ക് എത്ര ചെറിയ രോഗം വന്നാലും അത് അവരുടെ മരണത്തിന് വഴിയൊരുക്കുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. ഈ കോങ്കോ രാജ്യത്തെക്കുറിച്ചുള്ള മറ്റൊരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നു. ഈ രോഗം മൂലം ഓരോ വർഷവും ഇവിടെ ആയിരക്കണക്കിന് മരണങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ നിലവിൽ ഈ രാജ്യത്ത് ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടവരുടെ എണ്ണം ഏകദേശം 5,20,000-ത്തിലധികമാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. 1960 മുതൽ കോങ്കോലീസുകാർ 2 ദശാബ്ദങ്ങളായി തുടരുന്ന ആയുധ പോരാട്ടത്തിൽ ഏകദേശം 5.4 മില്യണിലധികം പൗരന്മാർ മരിച്ചു. കോങ്കോ സൈന്യവും ആയുധധാരി സേനകളുടെ ഘടകങ്ങളും കണക്കിലെടുത്ത് അവിടെയുള്ള സർക്കാർ ബാലസൈനികരെയും നിയമിക്കുന്ന വിധത്തിൽ ചെയ്തു. ജനുവരി 2013 മുതൽ 2016 വരെ കോങ്കോ രാജ്യത്ത് ബാലസൈനിക നിയമനങ്ങൾ നടന്നു. ഈ രാജ്യത്ത് കാണേണ്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായി വിരുങ്ങ നാഷണൽ പാർക്ക്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പുരാതനമായ പാർക്കായി പറയപ്പെടുന്നു. ഈ വനത്തിൽ ലോകത്ത് നമുക്ക് വേറെങ്ങും കാണാത്ത വന്യമൃഗങ്ങൾ കാണാം. ആഫ്രിക്കയിൽ മാത്രം കാണുന്ന അപൂർവ ഗുരില്ലകൾ, വന ആനകൾ, സിംഹങ്ങൾക്ക് ആവാസമായിരിക്കുന്നു ഈ പാർക്ക്. ഈ പാർക്കിൽ സഫാരി ചെയ്യാൻ ഓരോ വർഷവും ലോകത്തിന്റെ 4 മൂലകളിൽ നിന്നും വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വരുന്നു. മൗണ്ട് സ്റ്റാൻലി
ഇത് കോങ്കോ രാജ്യത്തിന് ഏറ്റവും വലിയ പർവ്വതമായി പറയപ്പെടുന്നു. ഇതിന്റെ മൊത്തം ഉയരം ഏകദേശം 5119 മീറ്ററുകളാണ്. അതുമാത്രമല്ല, ഈ പർവ്വതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പർവ്വതമായി നിൽക്കുന്നു. നൈറഗോംഗോ വോൾക്കാനോ. കോങ്കോ രാജ്യത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമുണ്ട്, അതായത് അഗ്നിപർവ്വതം. അതിന്റെ പേര് മൗണ്ട് നൈറഗോംഗോ. ചിലപ്പോൾ ഈ പർവ്വതത്തിന്റെ ചുറ്റും പുക വന്ന് തീജ്വാലകൾ വന്ന് ലാവ പൊട്ടിത്തെറിക്കുന്നു. രാത്രി സമയത്ത് ഇതിന്റെ കാഴ്ച വളരെ സുന്ദരമാണ്. അവസാനമായി ഇവിടെയുള്ള കറൻസിയെക്കുറിച്ച് വരുമ്പോൾ, ഈ രാജ്യത്തിന്റെ കറൻസിയെ കോങ്കോലീസ് ഫ്രാങ്ക് എന്ന് വിളിക്കുന്നു. ഇതിന്റെ മൂല്യം നമ്മുടെ രൂപയേക്കാൾ വളരെ കുറവാണ്. ഇവിടെയുള്ള 1000 കോങ്കോലീസ് ഫ്രാങ്ക് ചേർത്താൽ നമുക്ക് ഏകദേശം 39 രൂപയ്ക്ക് തുല്യമാണ്. സുഹൃത്തുക്കളെ, കണ്ടോ, കോങ്കോ രാജ്യത്തെക്കുറിച്ചുള്ള ചില അത്ഭുതകരവും രസകരവുമായ കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ ഇത്തരം കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് സുഹൃത്തുക്കളെ, വാച്ച് ചെയ്തതിന് താങ്ക്സ്.